Good morning, my dear students. Welcome to SS class. Today we will start with farming in Palambur. Subtopic: land is fixed. Do you know which is the main activity in Palambur? Farming is the main activity in Palambur. 75% of the people engaged in agriculture. How much percent of people engaged in agriculture? 75%. 75% ആളുകളും കൃഷി ജോലി ചെയ്താണ് ജീവിച്ചിരുന്നത്. It depends on agriculture for livelihood. ഒരു കൃഷിയെ ആശ്രയിക്കുന്നത് livelihood ദൈനംദിന ജീവിത മാർഗത്തിന് വേണ്ടിയാണ് കൃഷിയെ ആശ്രയിച്ചിരുന്നത്. They could be farmers or farm laborers. ഇവരെ വിളിക്കുന്ന പേരാണ് farmers or farm laborers. Farmers means persons who engage in agricultural activity and produced crops in some piece of land. സ്വന്തമായിട്ട് ലാൻഡ് ഉള്ളവർ അവരുടെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുകയും ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ആളുകളെയാണ് ഫാമേഴ്സ് എന്ന് പറയുന്നത്. They could be farmers or farm laborers. Farm laborers means farm laborers are small farmers or landless people. That means Dalit. Dalit എന്ന് പറഞ്ഞാൽ lower caste people. ലാൻഡ് ഇല്ലാത്ത ചെറിയ കൃഷിക്കാരെയാണ് ഫാം ലേബറേഴ്സ് എന്ന് പറയുന്നത്. അവര് മറ്റുള്ളവരുടെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നു. That is farmers and farm laborers. Farm laborers means they are small farmers or landless people or Dalit. Dalit means lower caste people. That's the difference between farmers and farm laborers. Understand? The well-being of these people is related to production on the farms. ഇവര് ഫീൽഡ്സിലെ അല്ലെങ്കിൽ ഫാമിലെ കൃഷിയിടങ്ങളിലെ പ്രൊഡക്ഷനുമായി ക്ലോസ്ലി റിലേറ്റഡ് വളരെയധികം ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്. ബട്ട് റിമെമ്പർ ദാറ്റ് there is a basic constraint in raising farm production. എന്നാൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില കൺസ്ട്രെയിൻസ് മീൻസ് റിസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം റെസ്ട്രിക്ഷൻ കൺട്രോൾ അവിടെ ഉണ്ടായിരുന്നു. ലാൻഡ് ഏരിയ അണ്ടർ കൾട്ടിവേഷൻ ഈസ് പ്രാക്ടിക്കലി ഫിക്സഡ്. കൃഷി ചെയ്യുന്ന ഭൂമികൾ ഫിക്സഡ് ആണ്. അവിടെ ലാൻഡ് ഈസ് ഫിക്സഡ്. Since 1960 in Palambur, there has been no expansion in land area under cultivation. 1960 മുതൽ പാലംപൂരിൽ there has been no expansion in land area. Land area cultivation കൃഷിക്ക് വേണ്ടിയിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വികസിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. By then some of the waste land in the village had been converted to cultivable land. എന്നാൽ വേസ്റ്റ് ലാൻഡ് കൃഷി ചെയ്യാത്ത ഭൂമി ഉണ്ടായിരുന്നു. വേസ്റ്റ് ലാൻഡ് ഹാഡ് ബീൻ കൺവേർട്ടഡ് ടു കൾട്ടീവബിൾ ലാൻഡ്. ആ വേസ്റ്റ് ലാൻഡിനെ കൃഷിക്കായിട്ട് അനുയോജ്യമായ ഭൂമിയാക്കിയവർ മാറ്റിയിരുന്നു. There exists no further scope to increase farm production by bringing new land under cultivation. യാതൊരു സ്കോപ്പും അവിടെ ഉണ്ടായിരുന്നില്ല. To increase farm production വയലില്
പ്രൊഡക്ഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു സ്കോപ്പും അവിടെ ഉണ്ടായിരുന്നില്ല. ബൈ ബ്രിങ്ങിങ് ന്യൂ ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ, പുതിയ ലാൻഡ് അവിടെ കൊണ്ടുവന്നാൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ലാൻഡ് ഈസ് പെർമനൻ്റ്ലി ഫിക്സഡ്. ലാൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടാണ് അവിടെ നിലകൊള്ളുന്നത്. ഇത്ര ഏരിയയിൽ മാത്രമേ കൾട്ടിവേഷൻ നടക്കുകയുള്ളൂ. അവർ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ന്യൂ ലാൻഡ് വന്നാലും അവിടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷറിംഗ് ലാൻഡ് ഈസ് ഹെക്ടർ. അതായത് ലാൻഡ് മെഷർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹെക്ടർ ആയിരുന്നു. വിച്ച് ഇസ് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷറിംഗ് ലാൻഡ് ഈസ് ഹെക്ടർ. Though in the villages you may find land area being discussed in local units such as Biga and Gunda. എന്നാൽ ഇവിടെ വില്ലേജസുകളിൽ ലാൻഡ് ഏരിയയെ ഡിസ്കസ് ചെയ്യുന്നത് ലോക്കൽ യൂണിറ്റ്സിലാണ്. അവിടുത്തെ ലാൻഡ് ഏരിയയെ ഡിസ്കസ് ചെയ്യുന്നത് ലോക്കൽ യൂണിറ്റ്സിലായിരുന്നു. ദ ലോക്കൽ യൂണിറ്റ്സ് ആർ ബിഗ ആൻഡ് ഗുനിത. These are the local units, Biga and Gunda. These are the local units used by people in Palambur village. The standard unit of measuring land is hectare. The local units in Palambur villages are Biga and Gunda. 1 hectare equals the area of a square. 1 hectare എന്ന് പറയുന്നത് ഒരു സ്ക്വയറിന്റെ ഏരിയയുമായിട്ട് ഈക്വൽ ആണ്. വിച്ച് വൺ സൈഡ് മെഷറിംഗ് 100 meters. അതിന്റെ വൺ സൈഡ് മെഷർ ചെയ്യുന്നത് 100 മീറ്ററിലാണ്. The standard unit of measuring land is hectare. The local units used in Palambur is Biga and Gunda. In the above discussion, we can understand that some basic constraints in raising production from the farm. Some basic constraint raising production from the farm. Farmil production increase ചെയ്യുന്നതിന് ചില constraints ഉണ്ട്. What are the basic constraints in raising production on the farm? First one, land area under cultivation is practically fixed. Land area practical ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. Since 1960, there has no expansion in land area under cultivation. Some of the wastelands in the village had been converted into cultivable land. There exists no further scope to increase farm production by bringing new land under cultivation. These are the constraints exist in Palambur. Understand this topic? Then the standard unit of measuring land is hectare. The local units of land area are Biga and Gunda. I hope you understood this concept. Study well, read the text well. Thank you children. Thank you so much.